എനിക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ചെലവാകൂ എന്നുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആദ്യം കവചപ്രാശ് യൂസ് ചെയ്തു, പിന്നെ വിമൻ കമ്പാനിയൻ യൂസ് ചെയ്തു, അതിനുശേഷം വെൽഹാർട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ. മറ്റേത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ BP ഇഷ്യൂ, അതായത് ഹൈ ആവും ലോ ആവും. ഡോക്ടേഴ്സ് മെഡിസിൻ തരുമ്പോ കൂടുതലുള്ള മെഡിസിൻ തന്നു കഴിഞ്ഞാൽ അപ്പൊ ലോ ആയി പോകും, അത് അല്ലാതെ മെഡിസിൻ തന്നു കഴിഞ്ഞാൽ ഹൈ ആവും. അങ്ങനെ ഒരു വേരി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ വെൽഹാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ BP ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ നെഞ്ചിലൊക്കെ ഇങ്ങനെ ഒരു കല്ലെടുത്ത് വെച്ച പോലെ ആയിരിക്കും. അതേപോലെ കൈയൊക്കെ അങ്ങ് ഭയങ്കര കഴക്കും. അപ്പൊ ഡോക്ടർ പറഞ്ഞേക്കണത് എപ്പോ ബുദ്ധിമുട്ട് തോന്നുമ്പോ ആ സമയത്ത് പോയിട്ട് ECG എടുക്കണമെന്ന്. പക്ഷെ എല്ലാവരെയും കൊണ്ടുപോകേണ്ടത് ഞാൻ തന്നെ. ഫാദർ ഉണ്ട്, മദർ ഉണ്ടായിരുന്നു, മക്കള്. അപ്പം ഇവരെ കൊണ്ടുപോകേണ്ടത് ഞാൻ തന്നെ. പിന്നെ എന്നെ ഞാൻ തന്നെ കൊണ്ടുപോകണ്ടേ. അപ്പൊ ചിലപ്പോ ഇങ്ങനെ മടിഞ്ഞിരിക്കും, സഹിച്ചിരിക്കും. വെൽഹാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തുടങ്ങി എനിക്ക് ഭയങ്കര ചേഞ്ച്. അതായത് ആ ഭാരം തോന്നുന്നത് അത് മാറി, ഏറ്റവും ബുദ്ധിമുട്ട് അങ്ങ് ഫീൽ ചെയ്യുന്നില്ല. BP മെഷീൻ മറ്റേത് ടേബിളിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞപ്പോ തുടങ്ങി BP മെഷീൻ ഒരു സൈഡിലേക്കായി. അപ്പൊ എനിക്ക് തന്നെ എന്റെ ബോഡിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് നമ്മുടെ ബോഡിക്ക് കിട്ടും, നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതെനിക്കൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അങ്ങനെയാണ് വെൽഹാർട്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിനിടയിൽ ഫാദറിന് പാർക്കിൻസൺസ്, ഹസ്ബൻഡിന്റെ ഫാദറിന്. ഡാഡിക്ക് പാർക്കിൻസൺസ് ഉണ്ടായിരുന്നു. ഡാഡിക്ക് നമ്മളെ 95 കൊടുത്തിട്ട് ഡാഡിക്ക് വന്ന ഒരു റിസൾട്ടാണ് എന്നെ ഇതിലേക്ക് കൂടുതലും എത്തിച്ചത്. കാരണം കുറച്ച് ദിവസത്തെ യൂസിൽ തന്നെ ഡാഡി ഇങ്ങനെ തൂങ്ങിയിരുന്നിരുന്നാണ്. അത് കഴിഞ്ഞ ആള് നല്ല ഉഷാറായി. പിന്നെ ആൾക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് വന്നു. അപ്പൊ ഇത് തീരുമ്പോഴേക്കും എന്നോട് പറയും, മോളെ അത് തീർന്നു. ഞാൻ ഈ കോവിഡിന്റെ സമയത്തൊപ്പം എപ്പോഴും സ്റ്റോർ ചെയ്യുമായിരുന്നു ഡാഡിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഡാഡിയുടെ അപ്പൊ ഈ 95 കൊടുത്തതോടുകൂടി ഡാഡിയുടെ പാർക്കിൻസൺസിന് മാത്രമല്ല വ്യത്യാസം വന്നപ്പോ, പ്രോസ്റ്റേറ്റിന്റെ ഇഷ്യൂവിന് മാറ്റം വന്നു. പക്ഷെ അത് ഞാൻ അറിയാതെ തന്നെ വന്നതാണ്. നമ്മൾ ഇതിൽ പറയില്ലേ, നമ്മളെ പ്രോഡക്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം അല്ല, ചിലപ്പോ നമ്മൾ വിചാരിക്കണ പ്രോബ്ലത്തിന് മാറ്റം കിട്ടിയില്ലെങ്കിലും മറ്റൊരു പ്രോബ്ലത്തിന് നമുക്ക് മാറ്റം കിട്ടുമെന്ന് അറിയില്ലേ. അതിന്റെ മെയിൻ ഉദാഹരണമായിരുന്നു ഇവിടെ ഡാഡി. ഡാഡിക്ക് ലൈഫ് ലോങ് ട്യൂബ് ഫീഡിങ് പറഞ്ഞതായിരുന്നു. ആ മനുഷ്യന് ഡാഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ഈ ട്യൂബ് ഫീഡിങ് ചെയ്യുമ്പോൾ ആള് വയറിൽ തട്ടി കാണിക്കും, ഇങ്ങനെ വിശന്നിട്ടേ. നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര. പക്ഷെ ആ ഒരാള്, ആ ഒരു വ്യക്തിനെ ഞാന് അത് കഴിഞ്ഞ് കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയി പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്ത്. അതും അപ്സ്റ്റേഴ്സിലായിരുന്ന സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് ഇരുന്ന്. അപ്പൊ ഡാഡി എന്റെ മുമ്പിൽ ഇരുന്ന് അത് കഴിക്കുമ്പോ എന്റെ മനസ്സിനുണ്ടായ ഒരു സന്തോഷമെന്നോ എന്താ പറയാ, അതിപ്പം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ. അതേപോലെ തന്നെ ഇനി നടക്കാൻ പറ്റുമോന്ന് സംശയം പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഡാഡി. ആ ഡാഡീനെ ഞങ്ങൾ മലമ്പുഴ ടൂറിന് പോയപ്പോ കൊണ്ടുപോയി. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാ, ഒരു കമ്പനിനോടോ അതോ പ്രൊഡക്ട്സിനോടോ എന്താണെന്നറിയില്ല, എല്ലാത്തിനോടും. അതേപോലെ പ്രോസ്റ്റേറ്റ് മറ്റേത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്ത് പോയിരുന്നാണ്. പക്ഷെ നമ്മളെ പ്രൊഡക്ട്സിന്റെ ഉപയോഗം കൊണ്ട്, അതായത് 220cc ആദ്യം ഉണ്ടായിരുന്നതാണ് വോളിയം മറ്റേ ചെക്ക് ചെയ്യുമ്പോൾ, അത് 20cc വന്നു. അതൊക്കെ ഒരു എന്താ പറയാ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഡാഡിക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ്. ഇപ്പം എന്റെ ബിസിനസിന്റെ ഇതില് ഞാൻ വീട്ടിൽ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആളില്ലാട്ടോ, ഇപ്പൊ ആള് മരിച്ചുപോയി. പക്ഷെ മരിക്കണ അന്ന് രാവിലെ ആയാലും സന്തോഷായിട്ട് ആഗ്രഹമുള്ള സാധനങ്ങൾ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് മരിച്ചത്. അതൊക്കെ എന്തുകൊണ്ടാ സാധിക്കണത്? നമ്മളെ പ്രോഡക്ട്സ് കൊണ്ടും. അള്ളാഹുവിന്റെ ഒരു കഴിവുണ്ട്, പിന്നെ നമ്മളെ പ്രോഡക്ട്സിന്റെ ഒരു കഴിവും കൂടി അതിലുണ്ട്. ഇതിനിടയിൽ ഡാഡി ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോ ഡാഡിക്ക് ഈ യൂറിഫ്ലഷും ഇതെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ 95ഉം യൂറിഫ്ലഷിന്റെ എല്ലാത്തിന്റെയും റിസൾട്ട് ആയിരിക്കും പ്രോസ്റ്റേറ്റിന്റെ ഇഷ്യൂ കൂടി മാറിയത്. ഫാദറിന്റെ റിസൾട്ട് കണ്ടിട്ട് ഫാദറിനെ നോക്കിയിരുന്ന അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ നമ്മളെ സ്പൈറുലിന കഴിക്കുമായിരുന്നു.
ഒരു അലോപ്പതി ഡോക്ടർ നമ്മളെ പ്രോഡക്റ്റ് ഇങ്ങോട്ട് ആവശ്യപ്പെടണമെങ്കിൽ അവര് പേഷ്യന്റിന് അതിനനുസരിച്ചുള്ള റിസൾട്ട് കണ്ടത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ നമ്മുടെ സ്പൈറലീന യൂസ് ചെയ്യുമായിരുന്നു. ഇവിടെ എന്റെ മെയിൻ ഇത് വന്നിട്ട് ഡാഡി ആയിരുന്നു എല്ലാ പ്രോഡക്ട്സുകളും. അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എല്ലാ റിസൾട്ടും കിട്ടി. നമ്മളിപ്പോ ചിലത് നമ്മൾ പ്രോഡക്ട്സിന്റെ റിസൾട്ട് പറയാ എങ്ങനെയാ, ഒരാൾക്ക് കൊടുത്തിട്ട് കിട്ടി അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയാം. പക്ഷെ എനിക്ക് എല്ലാ റിസൾട്ടും ഒരുവിധം എല്ലാ റിസൾട്ടുകളും വീട്ടിൽ തന്നെ കിട്ടിയിരുന്നു. അതേപോലെ ആണ് എനിക്ക് എന്റെ യൂട്രസിന്റെ ഇഷ്യൂ. എന്റെ യൂട്രസ് റിമൂവ് ചെയ്യണോന്ന് പറഞ്ഞിരുന്നതായിരുന്നു. പക്ഷെ 10 കൊല്ലം മുൻപിട്ടാ, 2013 അന്ന് പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞു ഇപ്പൊ റിമൂവ് ചെയ്യണ്ട, തൽക്കാലം മെഫ്താല് കഴിച്ചിട്ട് പോവാ, ഒട്ടും പറ്റിയില്ലെങ്കിൽ തിക്നെസ് മാത്രം റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു, എൻഡോമെട്രിയം തിക്നെസ്. അങ്ങനെ കുറച്ചാള് കഴിഞ്ഞ് ഇപ്പൊ ഒരു 5 കൊല്ലം മുമ്പ് എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോ ചെന്ന ഡോക്ടറിന് ഒന്നുകിൽ യൂട്രസ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ തിക്നെസ് റിമൂവ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു സംഭവം ഇൻസേർട്ട് ചെയ്യണോ പറഞ്ഞു. പക്ഷെ ഇതൊന്നും നമുക്ക് ആ സമയത്ത് പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു മീറ്റിങ്ങിന് ചെന്നപ്പോ ഒരു സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മളെ കവചപ്രാശം, സൈക്ലോവേം, വിമൻ കമ്പാനിയനും കഴിക്കാൻ. അത് കഴിച്ചു തുടങ്ങിയപ്പോ പതുക്കെ പതുക്കെ കണ്ടിന്യൂസ് കുറച്ചാൾ കഴിച്ചിട്ടാ പതുക്കെ എന്റെ പീരിയഡ്സ് എല്ലാം നോർമലായി. മറ്റേത് 3 ആവുന്നത് ആയിക്കഴിഞ്ഞ ഒരു 15 ദിവസത്തോളം നിൽക്കുമായിരുന്നു. അങ്ങനെ അത് പതുക്കെ 2 മാസമായി, 1.5 മാസമായി, 1 മാസമായി. ഇപ്പൊ ചില സമയത്ത് മാത്രം ഒരു ഇത്തിരി ദിവസം അങ്ങോട്ട്. അതുകൊണ്ട് എന്റെ പീരീഡ്സിന്റെ പ്രോബ്ലം അത് സോൾവ് ആയി. നമ്മളെ പ്രൊഡക്ട്സിൽ നമുക്ക് വിശ്വാസം വന്ന് ഭയങ്കര വിശ്വാസമായി എനിക്ക്. അതേപോലെ കൊടുത്തവർക്ക് എല്ലാവർക്കും കൂടുതലും വെരിക്കോസ്, പിന്നെ മൈഗ്രെയിൻ, ഇതിനെല്ലാം കൊടുത്തിട്ട് നമുക്ക് റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്കും ഇതിലേക്ക് കൂടുതൽ വരാനുള്ള ഒരു മനസ്സിനൊരു ധൈര്യം കിട്ടി. കാരണം മറ്റുള്ളവരുടെ റിസൾട്ടുകളെല്ലാം നമ്മുടെ റിസൾട്ടുകളാണ് എന്നുള്ളൊരു വിശ്വാസം കൊണ്ട്. ഇപ്പൊ എന്റെ ടീമിലുള്ള ഒരു നസീമ മാഡം ഉണ്ട്. ആ മാഡത്തിന് ആദ്യം കൊടുങ്ങല്ലൂരുള്ളതാണ്. അങ്ങനെ ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോ ആൾ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, മോളാണ് വിളിച്ചത്, ഞാൻ കാണാൻ ചെന്നപ്പോ എന്നോട് പറയണെന്ന് വെച്ചാൽ ആൾക്കൊരു ചുമ വന്നു, പനി വന്നിട്ട് ചുമ വന്നു. അതിനുശേഷം ആളുടെ വിചാരം എന്തോ ആള് മരിക്കാൻ പോകുകയാണ്. അപ്പൊ എന്നോട് പറയണെന്ന് വെച്ചാൽ ഹസ്ബൻഡിനോട് പറഞ്ഞു വേറെ കല്യാണം കഴിച്ചോളാനൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് ഇതില് ആളുടെ ഹാർട്ടിന്റെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഒരു പ്രശ്നമില്ല, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്ത് വെൽഹാർട്ടും ആശ്വാസിലേക്കും കോസ്മിലും നിസ്താക്ക് കൊടുത്തു. ആള് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു. ഭയങ്കര ഒരു സന്തോഷം, എന്താ പറയാ, എത്രയോ ദിവസങ്ങളായി ഉറങ്ങിയിട്ട് നന്നായിട്ട് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അപ്പൊ ആ ഒരാളെ നമുക്കൊരു എന്താ പറയാ ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിച്ച ഒരാളെ തിരിച്ച് ഇന്ന് എന്റെ ടീമിലെ ആക്റ്റീവ് മെമ്പറാണ് നിസിത്ത. അന്ന് ഞാൻ ഈ വ്യക്തിനെ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് ഞാൻ പോന്നിരുന്നെങ്കിൽ അവിടെ തീരൂലേ അത്. ഇതിനിടയിലാണ് എനിക്ക് പല്ലിന്റെ ഒരു RCT വന്നിട്ട് എത്ര ഇത് ചെയ്തിട്ടും ഇത് മാറുന്നില്ല, ആ ഇൻഫെക്ഷന്റെ ഇത്. അപ്പൊ ഡോക്ടർക്ക് പിന്നെ ഒരു സംശയം, ഡോക്ടർ CBCT എന്ന് പറഞ്ഞ സ്കാൻ എടുക്കാൻ പറഞ്ഞ അങ്ങനെ എടുത്ത് വന്നപ്പോ ഈ സൈനസ് ഉണ്ട്. അപ്പൊ ഈ പല്ലിന്റെ റൂട്ട് ചെന്ന് സൈനസിൽ കുത്തുന്നത് കൊണ്ടാണ് ഇത് മാറാത്തേന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് ആവി പിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മളെ പ്രോനാസികയും റോളോണും യൂസ് ചെയ്തിട്ട് ഓരോ മണിക്കൂർ വെച്ച് ഞാൻ ആവി പിടിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു സൈനസിന്റെ എക്സ്റേ ഒന്ന് എടുക്കാൻ പറഞ്ഞു. എടുത്ത് വന്നപ്പോ ഡോക്ടർ പറഞ്ഞു തന്റെ അന്നത്തെ സ്കാനിനേക്കാളും ഭയങ്കര കുറവ്, തിന്നായിട്ടുള്ളൂ. അപ്പൊ ഡോക്ടർ മരുന്ന് എഴുതാൻ പോയത്. എന്നിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞു താൻ എന്തോ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, താൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി, ഞാൻ വേറൊന്നും എഴുതുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അതും നമ്മളെ പ്രോഡക്ട്സ് എന്നെ കാത്ത്. പ്രോഡക്ട്സിന്റെ റിസൾട്ടുകൾ പറയാൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് തോരാണ്ട് പറഞ്ഞോണ്ടിരിക്കും. ഇനി ഞാൻ അധികം ഒന്നും പറയുന്നില്ല.